everyone, this is DZone Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഫർഹാന ചെബിൻ. സോ വെൽക്കം ടു അവർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമുവൽ റിച്ചാർഡ്സൺ എഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് പമേല. അപ്പോൾ നമുക്ക് ഈ ഒരു നോവലിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാമുവൽ റിച്ചാർഡ്സനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. സാമുവൽ റിച്ചാർഡ്സൺ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്, അതുപോലെ പ്രിൻ്ററാണ്. അദ്ദേഹം ഒരു പ്രിൻ്റർ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ലണ്ടനിലുള്ള ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്രിന്റേഴ്സിൽ ഒരാളായി മാറുകയായിരുന്നു. ഇനി നമുക്ക് സാമുവൽ റിച്ചാർഡ്സനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നോക്കാം. സാമുവൽ റിച്ചാർഡ്സൺ 1689 ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു പ്രിന്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് എ പ്രിന്റർ എന്നുള്ള രീതിയിലായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ലണ്ടനിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്രിന്റേഴ്സിൽ ഒരാളായി മാറുകയായിരുന്നു. പിന്നീട് അദ്ദേഹം 1740 ഈ പമേല എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തു. ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുന്നതിലൂടെയാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രസിദ്ധി നേടിയത്. അതുവരെ ഒരു പ്രിന്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രസാധകൻ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ഈ ഒരു പമേല എന്നുള്ള നോവല് പബ്ലിഷ് ചെയ്തതോടുകൂടി ഈ ഒരു നോവലിൻ്റെ പേരിൽ, ഈ ഒരു പമേല എന്നുള്ള നോവലിൻ്റെ പേരിൽ അല്ലെങ്കിൽ നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ നോവലുകളിലുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ ഇഷ്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ മനുഷ്യ മനസ്സിൻ്റെ കുറേ കാര്യങ്ങളും അദ്ദേഹം ഈ ഒരു നോവലുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ പറയുക എന്നത് വളരെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയിട്ടുള്ളത്. 18th സെഞ്ച്വറിയിലാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകളൊന്നും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് നോവൽ എന്ന പേരിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം 1740 ഈ ഒരു പമേല എന്ന് പറഞ്ഞ നോവൽ പബ്ലിഷ് ചെയ്തു. ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയാണ് ഒരു നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പ്രശസ്തനായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോവലിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പമേല എന്ന് പറഞ്ഞ നോവൽ പബ്ലിഷ് ചെയ്തതോടുകൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോവലുകളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആളുകൾ സംസാരിക്കാൻ മടിച്ചിരുന്ന സോഷ്യൽ ഇഷ്യൂസിനെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, നോവലുകളിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോവലിലുള്ള ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയുള്ള ക്യാരക്ടേഴ്സായിരുന്നു? കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അവർക്ക് ഇമോഷണലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് മോറൽ ഡിലമാസ് ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും അതുപോലെ തന്നെ അവരുടെ അവരുടെ ആ ഒരു മാനസികാവസ്ഥയും ഒക്കെ വളരെ നന്നായിട്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം തൻ്റെ നോവലുകളിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ അന്നത്തെ കാലഘട്ടത്തിലൊന്നും സ്ത്രീക്ക് ഒരു പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ സ്ത്രീക്ക് ഒരു സൊസൈറ്റിയിലുള്ള സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസൊക്കെ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം തൻ്റെ നോവലുകളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ആളുകൾ ഇങ്ങനെ സമൂഹം ഈ ഒരു അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ നോവലുകളിലൊക്കെ അദ്ദേഹം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നോവൽസ് എല്ലാം എപ്പിസ്റ്റോളാറി നോവൽസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് എപ്പിസ്റ്റോളാറി നോവൽ എന്ന് പറയുന്നത്? കത്തുകളിലൂടെ നമ്മൾ കഥ പറയുന്ന നോവലുകളെയാണ് എപ്പിസ്റ്റോളാറി നോവൽ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു നോവലിൽ പമേല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, അതാണ് പ്രൊട്ടഗോണിസ്റ്റ്. അപ്പോൾ പമേല കത്തുകളിലൂടെയാണ് തൻ്റെ കഥ പറയുന്നത്, അല്ലെങ്കിൽ പമേലയുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നത് ഈ കത്തുകളിലൂടെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു വർക്ക്സ് ആണ്, അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് ആണ്. ഒന്ന് പമേല നമുക്ക് പഠിക്കാനുള്ളത്, അടുത്തത് ക്ലാരിസ, നെക്സ്റ്റ് വൺ സർ ചാൾസ് ഗ്രാൻഡ്സൺ. ഈ നോവലുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക്
സാമുവൽ റിച്ചാർഡ്സനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോവലിലോട്ട് പോകാം. ആദ്യം തന്നെ ഈ ഒരു നോവലിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പമേല ആൻഡ്രൂസ് ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താണ് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അവളൊരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, ലോ ക്ലാസ്സിലുള്ള പെൺകുട്ടികളൊക്കെ വലിയ വലിയ എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേഡി ബിയുടെ എസ്റ്റേറ്റിൽ ജോലിക്ക് വന്ന പെൺകുട്ടിയാണ് പമേല എന്ന് പറഞ്ഞ ഈ ഒരു 15 വയസ്സുകാരി. അവളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു നോവലിലുടനീളം പറയുന്നത്. അവളുടെ വീട്ടിലേക്ക് അയക്കുന്ന കത്തുകളിലൂടെ, അതുപോലെ വീട്ടുകാർ ഇവൾക്ക് അയക്കുന്ന കത്തുകളിലൂടെയൊക്കെയാണ് അവളുടെ സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി കടന്നു പോകുന്നത്. അങ്ങനെയാണ്. ഈ നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ ബി ആണ്. മിസ്റ്റർ ബി എന്ന് പറയുന്നത് ലേഡി ബിയുടെ മകനാണ്. ആ ഒരു എസ്റ്റേറ്റിന്റെ മാസ്റ്ററും കൂടെയാണ് അദ്ദേഹം. ഇനി അടുത്ത ക്യാരക്ടർ വരുന്നത് മിസ്സിസ് ജെർവിസ് ആണ്. മിസ്സിസ് ജെർവിസ് എന്ന് പറയുന്നത് പമേലയുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഒരു ഹൗസ് കീപ്പറാണ്. ആ ഒരു എസ്റ്റേറ്റിലുള്ള ഒരു ഹൗസ് കീപ്പറാണ് മിസ്സിസ് ജെർവിസ് എന്ന് പറയുന്നത്. ഈ പമേലയ്ക്ക് എല്ലാ ഇമോഷണൽ സപ്പോർട്ടും കൊടുക്കുന്നത് മിസ്സിസ് ജെർവിസ് ആണ്. ഇനി നെക്സ്റ്റ് ക്യാരക്ടറാണ് ഡേവേഴ്സ്. ഡേവേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, എസ്റ്റേറ്റിന്റെ ഓണറുടെ മകന് മിസ്റ്റർ ബി. ആ മിസ്റ്റർ ബിയുടെ സിസ്റ്റർ, അതായത് ലേഡി ബിയുടെ മകളും മിസ്റ്റർ ബിയുടെ സിസ്റ്ററുമായ ഡേവറാണ് പറയുന്നത്. ഡേവർ എന്ന് പറയുന്നത് അവരൊരു അരിസ്റ്റോക്രാറ്റ് ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പമേലയെ ഡേവറിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇനി അടുത്ത ക്യാരക്ടർ പറയുന്നത് മിസ്റ്റർ വില്യംസ് ആണ്. മിസ്റ്റർ വില്യംസ് എന്ന് പറയുന്നത് ഒരു പാവം ക്ലർജിമാൻ ആണ്. അതും ആരിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലർജിമാൻ ആണ്, പമേലയെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലർജിമാൻ ആണ് മിസ്റ്റർ വില്യംസ്. ഈ നെക്സ്റ്റ് ക്യാരക്ടറാണ് ജോസഫ് എന്ന് പറയുന്നത്. ജോസഫ് എന്ന് പറയുന്നത് ഈ ഒരു എസ്റ്റേറ്റിലുള്ള ഒരു സെർവൻ്റ് ആണ് ജോസഫ്. അപ്പോൾ ഇത്രയൊക്കെ ക്യാരക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു നോവലിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നോവലിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പമേലയുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നോക്കാം. പമേല ആദ്യമായി ജോലിക്ക് വരുമ്പോൾ ലേഡി ബി അവളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഓണറാണ് ലേഡി ബി എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവരെന്ത് ചെയ്തിരുന്നു, തൻ്റെ മകളെ പോലെയാണ് പമേലയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ സ്നേഹിച്ചും അതുപോലെ കെയർ ചെയ്തിട്ടും പമേലയ്ക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിച്ചു പോരുന്നതിൻ്റെ ഇടക്കാണ് ലേഡി ബി പെട്ടെന്ന് മരിക്കുന്നത്. അപ്പോൾ ലേഡി ബി മരിക്കുമ്പോൾ ഇവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാകും. കാരണം നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ലൈഫിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പമേലയും നിൽക്കുന്നത്. ലൈഫിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ പമേല പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവൾ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ലേഡി ബിയുടെ മകനായിട്ടുള്ള മിസ്റ്റർ ബി പറയുന്നുണ്ട്, നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇവിടെ തന്നെ നിന്നോ, നീ പോകേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ്, എൻ്റെ അമ്മ നിന്നെ എങ്ങനെയാണോ കെയർ ചെയ്തിരുന്നത് അതുപോലെ തന്നെ നിന്നെ കെയർ ചെയ്തോളാം, നിനക്ക് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് മിസ്റ്റർ ബി ഈ ഒരു പമേലയോട് പറയുന്നുണ്ട്. പമേല ഇത് വിശ്വസിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ വളരെ നന്നായി കടന്നുപോയി. പമേല ആദ്യം ജീവിച്ച ആ ഒരു ജീവിതം തന്നെയായിരുന്നു ലേഡി ബിയുടെ മരണശേഷവും അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളും പമേലയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം മിസ്റ്റർ ബി എന്ത് ചെയ്തു, ഇവളെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം അത്ര കാലം വളരെ സ്നേഹത്തിൽ നിന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഈ ഒരു പമേലയെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പമേല ഇതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മിസ്റ്റർ ബി ഇവളെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ച വിവരം വീട്ടിലേക്ക് കത്തയക്കുന്നുണ്ട്. പമേലയുടെ പാരൻസ് ആണെന്നുണ്ടെങ്കിലോ ലോ ക്ലാസ്സിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും തൻ്റെ മകളോട് അവിടെ നിൽക്ക്, നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്, നമുക്ക് ക്യാഷ് ഒന്നും ഇല്ലാത്തതല്ലേ, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല. മറിച്ച് അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ എന്ത് ചെയ്യണം, നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം, ഒരിക്കലും നീ അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പാരൻസ് ഇവളോട് കത്തിലൂടെ മറുപടി നൽകുന്നുണ്ട്. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ദിവസം കൂടി നോക്കാം എന്നുള്ള രീതിയിൽ മിസ്റ്റർ ബിയുടെ ആ ഒരു എസ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. ആ ഒരു സമയത്തൊക്കെ
മിസ്റ്റർ ബി ഇവളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവൾ അങ്ങനെയുള്ള പ്രലോഭനങ്ങളിലൊന്നും വീഴുന്നില്ല, മറിച്ച് ഇവൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയി വരികയാണ്. അങ്ങനെ ഒരു ദിവസം ഇവൾ എന്ത് ചെയ്യാണ്, ഇവന്റെ ഒരു ശല്യം സഹിക്ക വയ്യാതെ ഇവൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഇവളെ ട്രാപ്പ് ചെയ്തുകൊണ്ട് മിസ്റ്റർ ബി വേറൊരു എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വേറൊരു എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവളെ വീട്ടിലേക്കൊന്നും പോവാൻ അയക്കാതെ അവർ കിഡ്നാപ്പ് ചെയ്ത പോലെ ആ ഒരു എസ്റ്റേറ്റിൽ താമസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് വില്യംസിന്റെ വരവ്. നേരത്തെ പറഞ്ഞിരുന്നില്ല, ഒരു ക്ലർജിമാന് വില്യംസ്. അപ്പോൾ മിസ്റ്റർ ബിക്ക് ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പമേലയെ കല്യാണം കഴിക്കാനും മിസ്റ്റർ ബിക്ക് താല്പര്യമില്ല. പ്രപ്പോസ് ചെയ്തു എന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പൊ ആദ്യം മിസ്റ്റർ ബി പമേലയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിവാഹം കഴിക്കൊന്നുമില്ല, മറിച്ച് എന്താണ്, ഇങ്ങനെ ഒരു റിലേഷൻ നമ്മുടെ ഇടയിൽ നടന്നുവെങ്കിലും, അതായത് ഈ ഒരു ഫിസിക്കൽ റിലേഷൻ നമ്മുടെ ഇടയിൽ നടന്നുവെങ്കിലും നിന്റെ ജീവിതത്തെ അത് ഒരിക്കലും ബാധിക്കില്ല എന്നാണ് ആര് പറഞ്ഞത്, മിസ്റ്റർ ബി പമേലയോട് പറഞ്ഞത്. പക്ഷെ പമേലയ്ക്ക് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നിട്ട് പമേലയോട് പറയുന്നുണ്ട്, വീണ്ടും മിസ്റ്റർ ബി പറയുന്നുണ്ട്, ഞാൻ നിന്നെ സെഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും നിന്നെ ഒരാൾ വിവാഹം കഴിക്കും, അതായത് മിസ്റ്റർ വില്യംസ് നിന്നെ വിവാഹം കഴിക്കും എന്നാണ് അതായത് മിസ്റ്റർ ബി ഒരിക്കൽ പമേലയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സെഡ്യൂസ് ചെയ്യുമെന്നുണ്ടെങ്കിലും നിന്റെ ജീവിതം ഒരിക്കലും നശിച്ചു പോകില്ല, മറിച്ച് എന്താണ്, മിസ്റ്റർ വില്യംസ് നിന്നെ വിവാഹം കഴിക്കുമെന്ന് പറയുന്നുണ്ട്. മിസ്റ്റർ വില്യംസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലർജിമാന്, ആ ഒരു ക്ലർജിമാനാണ് മിസ്റ്റർ വില്യംസ്. ആ ക്ലർജിമാൻ നിന്നെ വിവാഹം കഴിക്കും എന്ന് പമേലയോട് പറയും. പക്ഷെ പമേലയ്ക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ അവൾ അതിനൊന്നും തയ്യാറായിരുന്നില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾ ആ ഒരു എസ്റ്റേറ്റിൽ അവൾ താമസിക്കുന്നുണ്ട്. അപ്പം മിസ്റ്റർ വില്യംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ആ ഒരു എസ്റ്റേറ്റിൽ നിന്ന് പുറത്ത് കിടക്കാനൊക്കെ. അപ്പോൾ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ ഇവളെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മിസ്റ്റർ ബി എന്ന് പറയുന്നത് ഒരു അരിസ്റ്റോക്രാറ്റ് ഫാമിലിയിലുള്ള ഒരു ആളാണ്, അത്രയും വലിയൊരാളാണ്. അപ്പോൾ അവരെ എതിർത്ത് നിൽക്കാനുള്ള, അല്ലെങ്കിൽ അവരെ ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം ആർക്കും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊന്നും മിസ്റ്റർ വില്യംസിനെയും അതുപോലെ തന്നെ പമേലയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ വില്യംസും പമേലയും വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എവിടേക്ക് വേണമെങ്കിലും പോകാം എന്നൊരു സൊല്യൂഷൻ ഇവര് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പമേലയ്ക്ക് അതും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം ഒരാവശ്യത്തിന് വേണ്ടി നമുക്കൊരു ആ ഒരു എസ്റ്റേറ്റിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരാളെ വിവാഹം കഴിക്കുക എന്നുള്ള കാര്യം പമേലയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. പിന്നീട് മിസ്റ്റർ വില്യംസ് ഈ കാര്യങ്ങളൊക്കെ പമേലയോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവൾ വളരെ നിരാശയോട് കൂടി ആ ഒരു എസ്റ്റേറ്റിൽ താമസിക്കുകയാണ്. അപ്പോൾ അവൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയത്താണ് മിസ്റ്റർ ബി എന്ത് ചെയ്യുന്നത്, കിഡ്നാപ്പ് ചെയ്ത് ഈ ഒരു എസ്റ്റേറ്റിലേക്ക് ഇവളെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മിസ്റ്റർ ബി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളുടെ പാരൻസിന് തിരഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ പാരൻസിന് കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് വേറൊരു പയ്യനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലുള്ള കത്തുകളായിരുന്നു ഈ ഒരു വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പമേലയുടെ ഫാദറും മദറും അത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരു പാരൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കത്തുകളിൽ എഴുതിയ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം പമേലയോട് എന്ത് പറയുന്നുണ്ട്, പ്രപ്പോസ് ചെയ്യുന്നുണ്ട് മിസ്റ്റർ ബി. പിന്നീട് എന്താണ്, സത്യം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കില്ല, മറിച്ച് എന്താണ്, നിനക്ക് വേറൊരു ഹസ്ബൻഡിനെ നൽകാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വീണ്ടും മിസ്റ്റർ ബി എന്ത് ചെയ്യുന്നുണ്ട്, ഇവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തും പമേല അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു പമേലയുമായിട്ട് സംസാരിക്കുന്നതിനിടയിലൂടെ, അല്ലെങ്കിൽ പമേലയെ ഇങ്ങനെ ഡെയിലി കാണുന്നതിനിടയിലൂടെ, ആദ്യം പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ ബിക്ക് ഇവളോട് ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു മിസ്റ്റർ ബി അവളെ എന്ത് ചെയ്തിരുന്നത്, അവളെ പ്രപ്പോസ് ചെയ്തത്. പക്ഷെ പിന്നീട് എന്താണ്, അവളോട് സത്യം പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, മറിച്ച് മിസ്റ്റർ വില്യംസിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാം, എൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിന്റെ ജീവിതം നഷ്ടമാകില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ തവണ മിസ്റ്റർ ബി പ്രപ്പോസ് ചെയ്തത് വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു പെൺകുട്ടിയുടെ പുറകെ ഈ ഒരു പ്രലോഭനം കൊണ്ട് നടന്നുവെങ്കിലും അവൾ ആ പ്രലോഭനങ്ങളിലൊന്നും വീഴാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്റ്റർ ബിക്ക് ഇവളെ ശരിക്കും ഇഷ്ടമായി തുടങ്ങുകയാണ്. അങ്ങനെ മിസ്റ്റർ ബി ഈ ഒരു പെൺകുട്ടിയെ വീണ്ടും പ്രപ്പോസ് ചെയ്യുന്നു. ഇങ്ങനെ മിസ്റ്റർ ബി വീണ്ടും പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പമേലയ്ക്ക് എന്താണ്, അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. കാരണം എന്താണ്, അത്രയും തവണ എന്ത് ചെയ്തു,
മിസ്റ്റർ ബി ഇവളെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ എന്തിനു ശ്രമിച്ചു? ഇവളെ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ സത്യമാണോ അതോ കള്ളമാണോ എന്ന് അവൾക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവൻ ചെയ്യുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്ന പ്രപ്പോസൽസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ അവൾ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൾക്ക് ഇങ്ങനെ തോന്നുകയാണ് മിസ്റ്റർ ബി തന്നെ ശരിക്കും പ്രണയിക്കുന്നുണ്ടാകും എന്നുള്ളൊരു തോന്നലിൽ അവൾക്ക് അങ്ങനെ എത്തുകയാണ്. അങ്ങനെ ഈ ഒരു പമേല എന്ന് പറഞ്ഞ 15 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിക്ക് മിസ്റ്റർ ബിയോട് തിരിച്ച് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ മിസ്റ്റർ ബിയോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പ്രപ്പോസൽ നമ്മുടെ പമേല അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പമേലയെ വിവാഹം കഴിക്കുക എന്നുള്ള ഒരു കാര്യം പമേലയുടെ പാരൻസിനോട് മിസ്റ്റർ ബി പറയുന്നുണ്ട്. ആദ്യമൊന്നും പമേലയുടെ പാരൻസ് ഇത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ പാരൻസിന് അറിയാമായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഒരു ഫീലിംഗ്, ഇവളോടുള്ള ഫീലിംഗ് ജെന്യുവിൻ ആണോ അതോ കള്ളമാണോ എന്നൊന്നും ഇവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസമില്ലായ്മയുടെ പുറത്ത് തന്നെ അവർ ഈ ഒരു മാരേജ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇവൻ്റെ സ്നേഹം സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ ഇവർ ഈ ഒരു മാരേജ് അംഗീകരിക്കുകയാണ്. അങ്ങനെ മിസ്റ്റർ ബിയും അതുപോലെ പമേലയും വിവാഹം കഴിക്കുകയാണ്. ഈ ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മുടെ മിസ്റ്റർ ബിയുടെ സിസ്റ്റർ ആയിട്ടുള്ള ഡേവറിന് ഇവളെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഫാമിലിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ഫാമിലി മെമ്പർ ആകാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് ഹയർ ക്ലാസ്സിലുള്ള ഒരു ആളായിരിക്കണം എന്നായിരുന്നു ഡേവറിൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ പമേല എന്ന് പറഞ്ഞ പെൺകുട്ടി ലോ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡേവറിന് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത്. ആദ്യം മിസ്റ്റർ ബിക്ക് ഇവളോട് ഇഷ്ടം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും മിസ്റ്റർ ബിക്കും ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് ചിന്തിക്കാതിരിക്കാനുള്ള കാരണവും ഈ ഒരു സോഷ്യൽ ഗ്യാപ്പാണ്. കാരണം ഒരാൾ ഹൈ ക്ലാസ് ഫാമിലിയിലുള്ളതാണ്, മറ്റേ ആൾ ലോ ക്ലാസ് ഫാമിലിയിലുള്ളതാണ്. അതുകൊണ്ടാണ് മിസ്റ്റർ ബി ആദ്യം പറഞ്ഞത് അവനക്ക് ഫീലിങ്സ് ഇവളോട് ഉണ്ടെന്നുണ്ടെങ്കിലും വിവാഹം ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നീട് എന്ത് ചെയ്തു? ഇവർ വിവാഹം ചെയ്ത് ആ ഒരു എസ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് ഡേവർ ഒരു സത്യം തുറന്നു പറയുന്നത്. ഈ ഒരു മിസ്സിസ് ബിക്ക് ഒരു മകളുണ്ട് എന്നുള്ള സത്യം തുറന്നു പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കും. ആ എസ്റ്റേറ്റിലുള്ള ആ ഒരു പെൺകുട്ടിയെ ആദ്യം ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്കിളിൻ്റെ മോളാണ് എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരുടെ മുന്നിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാനമാണ് അറിയുന്നത് ഇത് മിസ്റ്റർ ബിയുടെ മകളാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഈ മിസ്റ്റർ ബിയുടെ മകളെ തൻ്റെ സ്വന്തം മകളായിട്ട് പമേല അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഈ പമേല എന്ന് പറഞ്ഞ ഈ നോവലിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സമ്മറി ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്കിതിൽ വരുന്ന തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോഷ്യൽ ക്ലാസ് ആൻഡ് മൊബിലിറ്റി. അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു സോഷ്യൽ ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. കാരണം പമേല എന്ന് പറയുന്നത് ഒരു ലോ ക്ലാസ്സിലുള്ള പെൺകുട്ടിയാണ്. എന്നാൽ മിസ്റ്റർ ബി എന്ന് പറയുന്നത് ഹൈ ക്ലാസ്സിലുള്ള ഒരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിവാഹം എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഈ സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേവറിന് പോലും തൻ്റെ ബ്രദറിൻ്റെ ഇഷ്ടം നോക്കാതെ ആ ഒരു സോഷ്യൽ ക്ലാസ്സിന് മാത്രമായിരുന്നു ഡേവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ആ ഒരു സോഷ്യൽ ഗ്യാപ്പ് നമുക്ക് ഇവിടെ കാണാം. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു തീമാണ് ജെൻഡർ ആൻഡ് പവർ ഡൈനാമിക്സ്. അതായത് അന്നത്തെ കാലഘട്ടത്തിലെ നോവലുകൾ എടുത്തു നോക്കിയാൽ അറിയാം റേപ്പൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടിരുന്നു. റേപ്പ് ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റേപ്പ് ചെയ്ത പെൺകുട്ടിയെ ആ റേപ്പ് ചെയ്യുന്ന ആൾ തന്നെ പിന്നീട് വിവാഹം കഴിക്കുക, അതൊക്കെ നോർമലൈസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. റേപ്പ് ചെയ്താൽ ഞാൻ അവളെ വിവാഹം ചെയ്തല്ലോ, ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തീമൊക്കെ ഇതിൽ വളരെ നന്നായിട്ട് തന്നെ സാമുവൽ റിച്ചാർഡ്സൺ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്ന തീമാണ് ദ റോൾ ഓഫ് ലെറ്റർ റൈറ്റിംഗ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത, കത്തുകളിലൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കഥ പറയുന്നത്. അപ്പോൾ ആ കത്തുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു നോവലിൽ കൊടുത്തിട്ടുള്ളത്. പമേല പാരൻസിന് അയക്കുന്ന കത്തുകളും അതുപോലെ പാരൻസ് പമേലക്ക് അയക്കുന്ന കത്തുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് വെൽത്ത് ആൻഡ് പവർ. അതുപോലെ ഒരു പവറും, നമുക്കൊരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് അത്രയും വെൽത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉണ്ടാവുമല്ലോ. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു റൈറ്റർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്.
അതായത് നമുക്ക് ഈ ഒരു സീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാകും. അതായത് ആ എസ്റ്റേറ്റിൽ വെച്ച് പമേലയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ വില്യംസ് അവിടെ കൂടിയിരുന്ന ആളുകളോടൊക്കെ പറയുന്നുണ്ട്. ആ എസ്റ്റേറ്റിൽ കുറേ ജോലിക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ്, അവരാരും ഇതിന് തയ്യാറായിരുന്നില്ല. കാരണം മിസ്റ്റർ ബി എന്ന് പറയുന്നത് ഒരു ഹൈ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളായതുകൊണ്ട് അവരെ എതിർക്കാനുള്ള പേടി, അപ്പോൾ ആ ഒരു പവറും അതുപോലെ തന്നെ എന്താണ് ഒരു വെൽത്തൊക്കെ കുറേ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, നമ്മളെ തെറ്റായ പ്രവൃത്തിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ളൊരു തീമാണ്. നെക്സ്റ്റ് വരുന്ന മൊറാലിറ്റി ആൻഡ് റിലീജിയൻ ആണ്. അടുത്തത് വരുന്ന ലവ് ആൻഡ് മാരേജ് ആണ്. നെക്സ്റ്റ് വരുന്നത് റെപ്യൂട്ടേഷൻ ആൻഡ് ഹോണർ ആണ്. അപ്പോൾ ഈ 3 തീംസ് ആണ് ഇതിൽ അടുത്തതായിട്ട് വരുന്നത്. ഇതിൽ മൊറാലിറ്റി ആൻഡ് റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ക്രിസ്ത്യാനിറ്റിക്കായിരുന്നു ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്രിസ്ത്യാനിറ്റിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ നോവലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു പമേല എന്ന് പറഞ്ഞ പെൺകുട്ടി ധാർമ്മികത എന്ത് ചെയ്യുന്നില്ല, ഏത് സാഹചര്യത്തിലും കൈവിടാൻ അവൾ തയ്യാറാകുന്നില്ല. ഇനി അടുത്തത് വരുന്ന ലവ് ആൻഡ് മാരേജ്, അത് നമ്മൾ കണ്ടതാണ്. മിസ്റ്റർ ബിയും അതുപോലെ പമേലയും തമ്മിലുള്ള മാരേജ് എങ്ങനെയാണ് നടന്നത്, ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് അത് കടന്നു പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നെക്സ്റ്റ് വൺ റെപ്യൂട്ടേഷൻ ആൻഡ് ഹോണർ. ഡേവർ പറയുന്നുണ്ട് തൻ്റെ ഒരു സിസ്റ്റർ ലോ ആയിട്ട് പമേലയെ അക്സെപ്റ്റ് ചെയ്യാൻ ഡേവർ തയ്യാറായിരുന്നില്ല. കാരണം അവർ ആ ഒരു അഭിമാന പ്രശ്നം ഉണ്ടാവുമല്ലോ, അതായിരുന്നു പ്രധാന കാരണം. കാരണം ഹൈ ക്ലാസ്സിലുള്ളൊരു പയ്യന് ലോ ക്ലാസ്സിലുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നാണ് ഡേവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം മിസ്റ്റർ ബിയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോകെ പോകെ മിസ്റ്റർ ബിക്ക് എന്ത് ചെയ്തു, ഈ ഒരു പമേലയെ വിട്ട് പോകാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് മാത്രമാണ് മിസ്റ്റർ ബി പമേലയെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ നോവലിൽ തീംസ് ആയിട്ട് വരുന്നത്. സോ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.